ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായോ? അതെ, ഞാനൊരു മാമ്പഴ പൊട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാം, ഷോർട്സിൽ പുട്ടും മാമ്പഴവും നല്ല കോമ്പിനേഷനാണെന്നും പറഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്, കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. എനിക്കാണെങ്കിൽ നല്ല പഴുത്ത മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മാങ്ങയൊന്നും എടുക്കണ്ട. ഇത് നല്ല പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏത് മാങ്ങയൊന്നും പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഒരു ഇതാക്കി എടുത്തിട്ടുണ്ട്, പൾപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ്. മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ പൾപ്പാക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കുക. അത് നിങ്ങൾ യൂസ് ചെയ്യണ ഏത് പൊടിയാണെന്ന് വെച്ചാൽ പുട്ടുപൊടി എടുക്കുക. ഇനി ഈ പുട്ടുപൊടിയിലേക്ക് നമ്മൾ പൾപ്പാക്കി വെച്ചിരിക്കാം നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ മാങ്ങയൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ പൊടിക്ക് അനുസരിച്ചിട്ട് മാങ്ങ എടുക്കുക. ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് 2 മാങ്ങ എടുത്തത്. നല്ല പഴുത്ത മാങ്ങയായിരിക്കണം എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പുട്ടും ഈ മാങ്ങ പൾപ്പും കൂടി നമുക്ക് നന്നായി മിക്സാക്കി കൊടുക്കാം. നമ്മളിതിൽ വെള്ളം യൂസ് ചെയ്യണില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ മാങ്ങ പൾപ്പ് വെച്ചിട്ടാണ് നന്നായി മിക്സ് ചെയ്യണത്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം അങ്ങനെ ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ മാങ്ങയുടെ പൾപ്പ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടും പൊടിയൊന്ന് നനച്ചു കൊടുക്കാം. നമ്മൾ നോർമലി പുട്ടിനെല്ലാം പൊടി നനയ്ക്കുന്നത് പോലെ അങ്ങനെ നനച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നനച്ചിട്ട് എൻ്റെ പുട്ടിനുള്ള പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചിരവിയത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ട് കുറ്റിയെടുക്കുക. എൻ്റെ കയ്യിലുള്ളത് ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഈ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടിയും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതിനി കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ആവി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ആവി വരട്ടെ. അപ്പോൾ ഇനി പുട്ട് റെഡിയാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ആവിയൊക്കെ വന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ പുട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു യെല്ലോയിഷ് കളറൊക്കെ ആയിട്ടാണ് പുട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കുറച്ച് മാങ്ങ കൂടി വെച്ച് കൊടുക്കാം. പുട്ടും മാങ്ങയും നല്ല കോമ്പിനേഷനാണ്, മാമ്പഴപ്പുട്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പുട്ട് കുറച്ചെടുക്കുക, മാമ്പഴമായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഈ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, മാങ്ങയുടെ ഒരു ടേസ്റ്റും മധുരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം. പിന്നെ ചൂട് പുട്ടിൻ്റെ കൂടെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. ഞാനപ്പോൾ പുട്ടും പാലും മാമ്പഴമൊക്കെ കൂട്ടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പാലൊക്കെ കൂട്ടിയിട്ടാണ് പാലും മാമ്പഴപ്പുട്ടും കൂട്ടിയിട്ടായിരുന്നു ഞാൻ കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.